നമ്മളിങ്ങനെ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊരു ബോക്സ് കിട്ടത്തില്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഇതെടുത്തങ്ങ് കളയുമല്ലേ? അപ്പോൾ ഇനി കളയണ്ട കേട്ടോ, നമുക്കിത് വെച്ച് സൂപ്പറായിട്ട് സീനറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബോക്സ് ഒന്ന് തുറന്നതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് അതിന് ശേഷം അതിൻ്റെ ബാക്കി പോർഷൻസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ നമുക്ക് നീളത്തിൽ കുറച്ച് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നീളത്തിൽ ഇതുപോലെ കുറച്ച് പീസും കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഒരു കോൺ ഷേപ്പിലൊന്ന് വെട്ടിക്കൊടുക്കാം. ഈ വെട്ടിയെടുത്ത പീസുകൾ നമ്മളൊരു ഫ്രെയിം പോലെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സീനറിക്കുള്ള ഫ്രെയിം ഇവിടെ സെറ്റാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിനകത്തൊരു ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ഫ്രെയിം ഒട്ടിച്ചില്ലേ, അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ വേസ്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ പോർഷനിൽ നിന്ന് ഒരു പൂച്ചട്ടി പോലെയൊക്കെ നമുക്കൊരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതും കൂടി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു ഗ്രീൻ കളർ പെയിൻറ് എടുക്കുവാണ്. ഈ പെയിൻറ് കൊണ്ട് നമുക്ക് കുറച്ച് ചെടിയുടെ തണ്ടും ഇലയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സീനറിക്ക് വേണ്ടുന്ന തണ്ടും ഇലയും ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് പൂ ഉണ്ടാക്കണമല്ലോ. പൂവിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ പിസ്ത ഷെല്ലുകൾ നമ്മൾ പൂവിൻ്റെ ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം ഇവിടെ സെറ്റായ സ്ഥിതിക്ക് നമ്മൾ ഇനി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. നമ്മളിപ്പോൾ കുറച്ച് ഓറഞ്ച് കളർ പെയിൻ്റാണ് എടുത്തേക്കുന്നത്. ആ പെയിൻറ്റും കൂടി നമുക്ക് ഈ പിസ്താഷ്യലിലൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്താഷ്യലിലെ പൂക്കൾ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് പൂച്ചട്ടിക്കൊന്ന് പെയിൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്കിനി പൂച്ചട്ടിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രൗൺ കളർ പെയിൻ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബ്രൗൺ കളർ പെയിൻറ്റ് കൊണ്ട് പൂച്ചട്ടി ഒന്ന് മനോഹരമാക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ ഈ പൂച്ചട്ടി കാണുമ്പോൾ ഒരു ലുക്കില്ലല്ലേ. അപ്പോൾ നമുക്ക് ഈ പൂച്ചട്ടി ഒന്ന് ലുക്കാക്കി എടുക്കാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈറ്റ് പെയിൻറ്റ് കൊണ്ട് നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സീനറി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് പുറകിലായിട്ട് ഒരു ടോയിനും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഗ്ലൂ തേച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ടോയിൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാവേ. അതിനുശേഷം ഇതിലേക്ക് ഡബിൾ സൈഡ് ടേപ്പും കൂടെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ സെറ്റായി ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ കളയാൻ വെച്ചിരുന്ന ഷർട്ടിൻ്റെ പാക്കറ്റിൽ നിന്നാണ് നമ്മൾ ഇതുപോലൊരു സീനറി തയ്യാറാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അത്രയ്ക്കേ ഉള്ളൂ. താങ്ക്